സമുദായത്തിന്റെ മര്യാദ ഉയർന്ന കുലജീവിത മഹിമയുടെ വിച്ഛേദം
ഇഷ്ടത്തിന് തിരിപ്പിക്കണം. അല്ലെങ്കിൽ കൊല്ലാനും മടുക്കില്ലവർ. അമ്മേ, ചന്ദ്രിക എന്ന വെള്ളി നക്ഷത്രത്താൽ ഞാൻ മുങ്ങിത്താഴുകയാണ്. മരണം വന്നാൽ പോലും ഞാൻ മഹാഭാഗ്യമായ കൂടി ഇല്ലാതായ അമ്മയ്ക്ക് പണ്ട് മഴക്കാടുകളിലേക്ക് ഒരു പെരുമഴയത്ത് ആളുകളോടൊത്തൊരു പുല്ലാകുഴലുമായി മല കയറി പോയത് പിന്നീട് വന്നിട്ടില്ല മോനെ. നിറവേറുമായി ഞാൻ കരുതി തീർത്ത രാത്രികൾ നക്ഷത്രങ്ങൾ മാത്രമേ അമ്മയ്ക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ പ്രഭുകുമാരികൾക്ക് പ്രേമത്തിന്റെ അല്ലട മരണത്തിന്റെ മണമാ. ചന്ദ്രിക ചന്ദ്രിക ഇങ്ങനെ അല്ല അമ്മേ. ജാതിയിൽ താഴ്ന്നവരാണടാ നമ്മൾ. അതുകൊണ്ട് തെറ്റുകാരെപ്പോഴും നമ്മളായിരിക്കും. പുലിയുടെ പല്ല് നഖവും ആഴ്ന്നിറങ്ങി പിടഞ്ഞു മരിക്കുന്ന ആട്ടിൻപക്ഷങ്ങളും നമ്മൾ ഒരുപോലെയാണടാ. അതാ അതാ ഞാൻ പറഞ്ഞത്.
ലോകം എന്ത് സംഭവിക്കട്ടെ, ഈ ലോകവും സമുദായവും കീഴ്മേൽ മറിയട്ടെ. പക്ഷേ ഈ പ്രണയത്തിന്റെ പ്രവാചകൻ ചന്ദ്രികയുടേതാണ്. ചന്ദ്രികെ, സമുദായം മണ്ണാങ്കട്ട രണ്ട് ഹൃദയങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാത്ത ഈ ക്രൂരമായ നീതി എനിക്ക് വേണ്ടെങ്കിലോ? ചന്ദ്രികെ, എനിക്കിടേന്റെ കുടില് മതി, അവന്റെ ഓടക്കുഴൽ സംഗീതം മതി. കിഴക്കേ മലയിലവിടെ പുലിയിറങ്ങിയിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന 99 ആടിനേക്കാൾ കൂട്ടം തെറ്റിയ ഒരാടിനാണ് ഒരിടേന്റെ സ്നേഹവും കരുതലും. സമുദായത്തിന് അഭിമാനത്തിലേക്ക് മുറിവാണ്. സമുദായ മേധാവിത്വത്തിനെതിരെ നിന്നാൽ അത് അഭിമാനത്തിനെതിരെ. അത് നിങ്ങളുടെ ദുരഭിമാനമാണ്. ദുരഭിമാന കൊല, ദുരഭിമാന കൊല, അത് ദുരഭിമാന കൊല. അതൊരു പാഠവും മുന്നറിയിപ്പുകൾ. കാണേണ്ടി വരും. സമുദായം ഒരു തീപ്പന്തമാണ്. ഈ തീ നിന്റെ അച്ഛനും അമ്മയും വെന്തുരുകും. അഭിമാനമാണ് സമുദായത്തിന് വലുത്.
അതിനേക്കാളും വലുത്. ഒരു ചുംബനം കൊണ്ടോ ഈ മനുഷ്യപുത്രനെ ഒറ്റുകൊടുത്തത്? ഇവൻ സ്നേഹമാണ് ദൈവമെന്ന് പ്രചരിപ്പിക്കുന്നു. അത് സാമത്തിന്റെ ലംഘനമാണ്. നീ ആരാണ് സ്നേഹം പഠിപ്പിക്കാൻ? ദൈവപുത്രനാണ് പോലും. ഒരു കവർച്ചക്കാരുടെ പോലെ ആയുധങ്ങളുമായിട്ടാണോ നിങ്ങൾ വന്നത്? സ്നേഹം പറഞ്ഞ മനുഷ്യപുത്രനെ പിടിച്ചു കെട്ടാൻ ഞാൻ ദിനവും നിങ്ങളോടൊത്ത് ദേവാലയങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത് നിങ്ങളുടെ സമയം. അന്ധകാലത്തിന്റെ ആധിപത്യവും സ്നേഹത്തിന്റെ ചെറുമങ്ങലും ഞങ്ങൾ പറയുന്ന നീതി അതുവഴി ദൈവം ഞങ്ങളുടെ കൂടെയാണ്, അല്ലാതെ ഒരു ഇടയന്റെ കൂടെ ആവില്ല. ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ഉറക്കേണ്ടത്. സ്നേഹത്തിന്റെ പ്രവാചകനാണ് പോലും. അവരെ കൊല്ലരുത്. സ്നേഹപുത്രൻ നിങ്ങൾ വന്നത് നിഷ്കളങ്കതയുടെ ഒരു ഓടക്കുഴലിനെ നിശബ്ദമാക്കാൻ. നിന്റെ പ്രണയത്തെ ഇതോടെ അവസാനിപ്പിക്കാൻ. ഇതൊരു പാഠമായിരിക്കണം എല്ലാ ഇടയത്തെണ്ടികൾക്കും. നീതികളെ ധിക്കരിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ സ്ഥാനമില്ല. മാലാഖമാർ വരവറിയിച്ച് നക്ഷത്രങ്ങൾ വഴിതെളിച്ച് എന്റെ ഏകമകനെ എന്തിനാണ് ദൈവമേ അങ്ങ് മകനായി സ്വീകരിച്ചത്? ഇങ്ങനെ ക്രൂരമായി കൊല്ലാനോ? അവന്റെ മുറിവുകളിൽ നിന്നൊഴുകുന്ന രക്തത്തിന് എന്റെ ഗർഭപാത്രത്തിന്റെ തുടിപ്പുണ്ട്, ജീവനുണ്ട്. വേദനകളിൽ നിന്ന്, മുറിവുകളിൽ നിന്ന് എന്റെ അവനെ രക്ഷിച്ചില്ല. മോനെ, കാടും മലയും വളർത്തിയ ഇടയനായ എന്റെ മകനെ എന്തിനു വേണ്ടിയാണ് കൊന്നത്? ആരാണ് കൊന്നത്? എന്റെ മലദൈവങ്ങളെ, ഏതൊരമ്മയുടെ മകൾക്ക് വേണ്ടിയാണ് എന്റെ മകന്റെ ജീവനെടുത്തത്?
കുഴിച്ചാണല്ലോ ദൈവമേ. അവർ രക്തസാക്ഷികളാണ്. സ്നേഹത്തിന്റെ പ്രവാചക, ലോകം ഉള്ളിടത്തോളം നിന്റെ സ്നേഹം നിലനിൽക്കും. രമണ, പ്രണയത്തിന്റെ പ്രവാചക, മലയാളം ഉള്ളിടത്തോളം കാലം നിന്റെ പ്രണയം ഈ മണ്ണിൽ നിലനിൽക്കും. നാടകം രമണൻ. ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നു മുഴുവൻ ഞാൻ ഏകനായ കുന്നിൻ കരുവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. ഭാവനാലോലനായേകനായി പോവുക പോവുക ജീവനാഥ. ഭാവനാലോലനായേകനായി പോവുക പോവുക ജീവനാഥ.